ഹലോ ബഡീസ്, വനവാസിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ള പറമ്പിക്കുളമാണ് കേട്ടോ. പറമ്പിക്കുളം തോന്നക്കട ഡാമിൻ്റെ സൈഡിലെ റിസോർട്ടിൻ്റെ സൈഡിലാണ് കേട്ടോ. ഇത് കസിൻ്റെ റിസോർട്ടാണ്. ഇവിടെ വന്ന ഏകദേശം എല്ലാ മൃഗത്തെയും നമുക്ക് എടുത്ത് കാണാം കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മാനൊക്കെ പുല്ല് തന്നെയുണ്ടായി. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നത് കേട്ടോ. എത്രയൊക്കെ എടുത്തൊന്നും ഇങ്ങനെ മാനിനെ കാണണമെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവിൽ തന്നെ വരണം. ഇതുവരെ ഇങ്ങോട്ട് വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടേക്ക് 2 വീലറും 3 വീലറും അലോഡ് അല്ല കേട്ടോ. ടൈഗർ റിസർവ് ആയതുകൊണ്ടാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ കന്നിമരത്തേക്ക്. ഇത് തോന്നക്കട ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ. ഇവിടെ ബസ് സർവീസൊക്കെ കുറവാട്ടോ. അതിൻ്റെതായ തിരക്ക് ആ KSRTCയിൽ നമുക്ക് കാണാം. ഇവിടെ ഭയങ്കര ചൂടായത് കാരണം മൃഗങ്ങളൊക്കെ കാണുന്നതൊക്കെ കുറവാട്ടോ. അതുകൊണ്ട് അളിയൻ പറഞ്ഞ് നമുക്ക് രാത്രി പോകാം. രാത്രിയൊക്കെ പോകണമെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ പരിചയം വേണം. എന്നാലാണ് രാത്രിയൊക്കെ ഇങ്ങനെ നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റും. കസിൻസ് ഉള്ളതുകൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇതേപോലെ മൃഗങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി മഴക്കാലത്ത് തന്നെ വരാൻ നോക്കുക. വേനൽക്കാലത്താകുമ്പോൾ മൃഗങ്ങളെയൊക്കെ കാണുന്നത് കുറവായിരിക്കും. ചൂടൊക്കെ കൂടുതൽ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു കടമാനാണ് കേട്ടോ. രാത്രിയാണെങ്കിൽ എല്ലാ മൃഗത്തെയും നമുക്ക് അടുത്ത് കാണാം. ഭയങ്കര ത്രില്ലടിച്ചിരിക്കുന്നു. ഏതൊക്കെ മൃഗത്തെ കാണാൻ പറ്റുന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് കണ്ടത് ഒരു കുട്ടിയാനി, ഒരു തള്ളയാനി. അതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യണ ഒരു രംഗം. എൻ്റെ മോന് അതിൻ്റെ ഒരു ഫീലൊന്ന് വേറെ തന്നെയാടാ. എന്തിട്ടെന്ന് അറിയോ, ഒരു രക്ഷയില്ലായിരുന്നു. ഇതിനാണ് പറയുന്നത് ഭാഗ്യം. ഇങ്ങനെയുള്ള കാഴ്ചയൊക്കെ കാണുന്നത് അപൂർവമാണ്. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ പോണ് റോഡിൻ്റെ പുറകെ ഒരു പുള്ളിപ്പുലി. ഒരു പേടിയില്ലടാ. സാധാരണ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഞാൻ കാണുമ്പോൾ പെട്ടെന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ഓടി മറിയുക ചെയ്യാം. ഇവിടെ യാതൊരു പേടിയില്ല. ഒരു കൂസലില്ലാത്ത പോലെ നടക്കണം. ഒന്നും പറയാനില്ല. ഇത്രയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റണമെങ്കിൽ പറമ്പിക്കുളം തന്നെ വരണം. സാധാരണ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോകാറാണ് ചെയ്യുക. ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ലൈവായിട്ട് നിന്ന് കാണാം. നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ കാണണമെന്നില്ല. വല്ലപ്പോഴും ഭാഗ്യം പോലെ ഇരിക്കും നമുക്ക്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഒരു കാട്ടുപോത്ത്. ഇവിടെ അതിനെ കാട്ടി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളതിനെ കാട്ടുപോത്ത് എന്ന് പറയുമെങ്കിലും ഇതിനെ കാട്ടി എന്നാണ് പറയുന്നത്. കാട്ടുപോത്തിൻ്റെ നെറ്റിയും ഒരു ചൂട്ടുണ്ടാവുന്ന പറയാറ്. നമ്മളെ കണ്ടിട്ടുള്ള കാട്ടുപോത്ത് ഇതൊക്കെ തന്നെയാണ്. പറമ്പിക്കുളം രാത്രി യാത്ര അടിപൊളിയാട്ടോ. ഉറപ്പാണ്, ഷുവറായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൃഗത്തെ റോഡ് സൈഡിൽ എന്തായാലും കാണും. പിന്നെ കുറച്ച് ദൂരം വന്നപ്പോൾ വീണ്ടും ഒരു കാട്ടീനെ കണ്ടു കേട്ടോ. ഇവിടെ റോഡ് സൈഡിലൊക്കെ നിറയെ ഈ കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടി നിറയെ ഉണ്ടാവും. എന്തിട്ട് എൻ്റെ കൊമ്പ്, എന്തിട്ട് എൻ്റെ സൈസ് നോക്കി. നമ്മൾ ശരിക്കും എണ്ണയിൽ മെഴുകി വിട്ട പോലെ. ഇവിടെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് രാത്രിയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് ഇത്രയധികം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയ കേട്ടോ. പുലീനൊക്കെ കാണാൻ തന്നെ ഒരു ഭാഗ്യം വേണം കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് എന്തായാലും കിട്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.